ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് 50-ാം ദിനം. ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകമാവിധം അവരെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വചനം. അവിടെ ജസ്സെ ദാവീദിനെ വിളിച്ചു വരുത്തുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ, ദാവീദ് പവിഴ നിറവും മനോഹരമായ നയനങ്ങളുള്ളവനും സുന്ദരനുമായിരുന്നു എന്നാണ് വചനം പറയുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ സൗന്ദര്യബോധം പ്രത്യേകമാവിധം അവർ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ, ശരീര സൗന്ദര്യത്തോടൊപ്പം തന്നെ മനസ്സിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുവാനും ദാവീദിനെ പോലെ നല്ല സൗന്ദര്യത്തിന് ഉടമകളാകുവാനും പ്രകാശത്തിന്റെ മക്കളായി, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായ മക്കളായി തീരുവാൻ നമുക്ക് അവരെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന 50 ദിവസം പൂർത്തിയാകുന്നു. ഈ 50 ദിവസം ഈശോയുടെ തിരുഹൃദയത്തിന് മക്കളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ നാളെ മുതൽ നമ്മൾ മക്കളെ പ്രത്യേകമാവിധം പഴയ പ്രാർത്ഥനകളിലെ ക്രിസ്താനുകരണത്തിലെ വിചിന്തനങ്ങളോട് ചേർന്ന് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോ സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളും ദാവീദിനെ പോലെ ശാരീരിക സൗന്ദര്യത്തിലും ഹൃദയശുദ്ധിയിലും ആത്മീയ വിശുദ്ധിയിലും വളർന്നു വരട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ ദൈവകൃപയാൽ നിറഞ്ഞ് അവിടുത്തെ പ്രിയ മക്കളായി തീരുകയും ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാകുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.